കുഞ്ഞിജി, എന്റെ ഭാര്യയ്ക്കിന് ഊണ് ഉടുപ്പൊന്നും വേണ്ടമ്മേ. അവൾക്ക് വേണ്ടാത്തതൊന്നും എനിക്കും വേണ്ട. എന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത അനുഗ്രഹം എനിക്കും വേണ്ട. സാരമില്ല. സാരമില്ലെന്നോ? സാരമില്ല അല്ലടി. അമ്മ ഒന്ന് പതുക്കെ പറ. മിണ്ടായിരിക്കടി. കേട്ടാൽ എന്താടി? ഇനി എന്താ പറയാനും കേൾക്കാനും ഉള്ളത്? എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ട് അവള് നിൽക്കുന്ന നിപ്പ കണ്ടില്ലേ? അമ്മ എന്തോ അമ്മ, എന്നെ വിടറി. അമ്മ എന്റെ ഭ്രാന്തായി മുറ്റത്ത് വെച്ച് കാട്ടുന്നേ. ആ ഭ്രാന്താടി, ഭ്രാന്ത് തന്നെയാ. കെട്ടിച്ചയച്ച ഓരോ പെൺമക്കളും അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ ഓരോ അമ്മയ്ക്കും ഉണ്ടാവുന്ന ഭ്രാന്ത്. ഇടയ്ക്ക് നീ വന്നിരുന്നല്ലോ കയറും പൊട്ടിച്ചോണ്ട്. ഇനിയും വാ കൂട്ടത്തില്ലേ. ദാ അവളെയും കൂടെ കൂട്ടിക്കോ, നിന്റെ കുഞ്ഞനീത്തിയും കൂടെ. അവിടെ പിന്നെ എല്ലാം താങ്ങാൻ ഞാനുണ്ടല്ലോ. അമ്മ വിട നീനെ. ഞാൻ അമ്മയ്ക്ക് ഒരിക്കലും ഭാരമാവില്ല. ശാലി നിക്ക്, ശാലി നിക്ക്. ശാലി നിക്ക്. നീ ഇതെവിടെ പോവാ? എങ്ങോട്ടെങ്കിലും. അമ്മ പറഞ്ഞത് കേട്ടില്ലേ ചേച്ചി? ഒരു ഭാരമായിട്ട് എന്തിനാ ഞാൻ അമ്മയുടെ തോളി തൂങ്ങുന്നേ? എടി, അമ്മയെ സങ്കടത്തിൽ എങ്ങനെ പറഞ്ഞു പോയെന്ന് വെച്ച് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ സങ്കടം. എന്റെ വിഷ്ണുവേട്ടനെ വിട്ടിട്ട്, എന്റെ പാറുക്കുട്ടിയെ, പ്രീതി, അച്ഛനെ എല്ലാം വിട്ട് ഇറങ്ങി വന്ന എനിക്കല്ലേ വിഷമം? ശരികച്ചി, നമ്മുടെ ശ്യാമ എവിടെയാ? ഞാനില്ലാതെ ഒറ്റയ്ക്ക്. ഞാനിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ബാഗും തൂക്കി വീട്ടിലേക്ക് കയറി വരുന്നത് അവളാ. ശ്യാമ ദീപകനെ കാണാൻ പോയി എന്നറിഞ്ഞ സത്യം ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല. അവക്ക് മുന്നിൽ പിന്നൊരു ജീവിതമില്ല. പ്രായത്തിന്റെ അറിവുകേട് കൊണ്ട് അവള് കാട്ടിയ ചെറിയ കുസൃതികൾക്ക്, പിണക്കങ്ങൾക്ക്, പരിഭവങ്ങൾക്ക്, അതിനൊക്കെ ഇതാണോ ശിക്ഷ? കുടുംബശ്രീ ഹോട്ടലിന്റെ അടുക്കളയില് ഒരു കരിക്കട്ടയായി തീരണമായിരുന്നു അവളുടെ ജീവിതം. മോളെ, എനിക്കാണെങ്കിൽ ഇതൊക്കെ താങ്ങാനുള്ള കരുത്തുണ്ട്. എന്ത് വന്നാലും നേരിടാന്നുള്ള ധൈര്യമുണ്ട്. സത്യാമ്മയല്ല, ഇനി ദൈവം തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലും
വിഷ്ണുവേട്ടൻ എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അവൾക്കതുണ്ടോ? ശ്യാമയ്ക്കുണ്ടോ? അവളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ ഇതൊക്കെ? മനസ്സ് തകർന്ന് അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? അമ്മ ഒരു മറുപടി പറയണം. എന്നിട്ട് നിന്റെ ജീവിതവും മോളെ നമ്മളിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഒരു ജീവിതം ഇല്ലെന്ന് അമ്മയല്ലേ പറയാറുള്ളത്? അത് 4 പേരും 4 തൂണുകളെ പോലെയാണ്. പിന്നെ ഒന്നിച്ചു നിന്ന് എന്ത് നേരിടാന്ന്. ശ്യാമയ്ക്ക്, നമ്മുടെ ശ്യാമയ്ക്ക് ഒരു പ്രശ്നം വന്നോ ഞാൻ എന്റെ ജീവിതം പകരം കൊടുക്കണ്ടേ അമ്മേ? മോളെ അവളെ ഇവിടെ നിറക്കി വിട്ടിട്ട് അവക്ക് കിട്ടാത്ത സുഖവും സന്തോഷവും എനിക്ക് ആസ്വദിക്കാൻ പറ്റും? അമ്മ അമ്മ മുമ്പൊരിക്കൽ ഇവിടെ വന്നിട്ട് പോയപ്പോ അമ്മ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ശ്യാമ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിടുമ്പോ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടായിരുന്നെന്ന്. ഇവിടെ ഞാനുണ്ടല്ലോ എന്നുള്ള സമാധാനം. അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ അമ്മയ്ക്ക് പകരം ഞാൻ ചെയ്യുന്നു. അമ്മ, അതാ അമ്മ ഞാനിപ്പോ ചെയ്ത്. അമ്മയോട് ചോദിച്ചില്ലേ എന്റെ ജീവിതം എന്താവൂന്ന്? അങ്ങനെ ഒരു കണക്കുകൂട്ടലിനൊന്നും ജീവിതത്തിൽ ഒരു പ്രസക്തിയില്ല അമ്മ. ഞങ്ങള് 3 മക്കൾക്ക് വേണ്ടിയല്ലേ അമ്മ ജീവിച്ചത്. ഇപ്പൊ തിരിഞ്ഞു നിന്ന് അമ്മയുടെ ജീവിതം എന്തായെന്ന് ചോദിച്ചാ അമ്മ എന്ത് മറുപടി കൊടുക്കും? ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തില് എന്ത് ലാഭം അമ്മ കാണിക്കും? എന്റെ മക്കളൊന്നും എന്നെ പോലെ ആവരുതെന്നാ ഞാൻ. അമ്മയ്ക്ക് എന്താ അമ്മ ഒരു കുറവ്? ഞങ്ങളുടെ അമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും അമ്മ പോലെ ആവണമെന്നാ ഞാൻ പറയുക. അമ്മ ഒരു തെറ്റല്ല, ശരിയായിരുന്നു എന്ന് ജീവിച്ച് കാട്ടേണ്ടത് ഞങ്ങള് മക്കളാ. ജീവിതത്തില് നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കും അമ്മേ. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, എല്ലാവരും കൂടി ഒരുമിച്ച്. ശ്യാമ എന്നേക്കുമായി തോൽക്കാതിരിക്കാൻ ഞാൻ തൽക്കാലത്തേക്കൊന്ന് തോറ്റു കൊടുത്തേ ഉള്ളൂ അമ്മേ. മോളെ പാടി വാ.
ശാലിനി, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നല്ലേടോ? അതെ വിഷ്ണുവേട്ടാ, ഇന്ന് നമുക്ക് മാത്രമായ ഒരു സ്വപ്നം. കണ്ണടച്ചു കഴിഞ്ഞാൽ താനും ഞാനും കടന്ന ഒരേ സ്വപ്നം, ഒരേ മനസ്സ്, ഒരേ ഹൃദയം. എന്നിട്ട് തനിക്ക് എങ്ങനെ എന്നെ വിട്ട് പോകാൻ കഴിയുന്നത്? വിട്ടു പോയിട്ടില്ലല്ലോ വിഷ്ണുവേട്ടാ, ഞാൻ അരികത്ത് തന്നെയുണ്ട്. നമ്മള് ഒരേ മനസ്സല്ലേ? വിഷ്ണുവേട്ടൻ ചോദിക്കുന്നത് എനിക്ക് കേൾക്കാം. എന്റെ മറുപടികള് വിഷ്ണുവേട്ടനും കേൾക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് എന്ത് സൗകര്യമെന്നറിയോ? വിഷ്ണുവേട്ടന്റെ ചിന്തകൾക്കൊപ്പം പറക്കാൻ എനിക്കിപ്പോ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. എന്നാലും എങ്ങനെയാണോ അക്കന്ന് നിൽക്കുന്ന ഓരോ നിമിഷം ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ തോന്നുക? എന്നെ കൊണ്ടുപോയത് താങ്ങാൻ വയ്യ വിഷ്ണുട്ട. ഓരോ നിമിഷവും ഓരോ യുഗങ്ങളെ പോലെ കടന്നു പോന്ന്. വിഷ്ണുട്ടൻ എന്റെ ജീവൻ. അതില്ലാതെ ഒരു നിമിഷം എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നല്. എല്ലാത്തിനും കാരണം ഞാനല്ലേ? എന്റെ ഒരു നാവ് വഴിയല്ലേ? വിഷ്ണുവേട്ടനല്ല, വിധിയാ. ഭൂമിയിലെയും സ്വർഗത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ നമ്മൾ സന്തോഷിക്കുന്നത് കണ്ട് അവനൊരു കുരങ്ങനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വിളയാടുക. ചില വിധികൾ മനുഷ്യനെ തിരുത്താൻ പറ്റുന്നതാണോ? എനിക്കിപ്പോ അതിലൊക്കെ വിശ്വാസം കുറഞ്ഞു. ഈ ലോകത്ത് ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. ഇനിയിപ്പോ വിഷ്ണുട്ടൻ വന്നില്ലെങ്കിൽ തന്നെ വിഷ്ണുട്ടന് ഒരിക്കലും എന്നെ മറക്കാൻ പറ്റില്ല അമ്മ. എനിക്ക് വിഷ്ണുട്ടനെ മറക്കാൻ പറ്റില്ല. ഇനി ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഓർമ്മകളില് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളാം മോളെ. എടി, അങ്ങനൊന്നും ഉണ്ടാവില്ലടി. സത്യാമ്മ തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിയും. വിഷ്ണു നിന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അക്കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല അമ്മ. അമ്മയെന്ന് നെഞ്ചില് പച്ചകുത്തിയ ആള് ഒരു കൈക്കുഞ്ഞിനെ മുക്കത്ത് വെച്ച് നിൽക്കുന്ന എന്നെയും കൈപിടിച്ച തെരുവിലേക്ക് ഇറങ്ങിയതാ. അന്ന് ഞങ്ങൾ കയറിയ വണ്ടിന്ന് വരെ തിരിച്ചിറക്കിച്ചു സത്യാമ്മ. കഴുത്തി കിടന്നിരുന്ന മാല വരെ ആ വണ്ടിയുടെ ബോണറ്റിൽ ഊരി വെച്ച നിമിഷം അമ്മയും ആ വീടുമായുള്ള ബന്ധം മുഴുവൻ ഉപേക്ഷിച്ചതാ വിഷ്ണുട്ടൻ. പാറക്കുട്ടിയെ കൈവിട്ടത് മുതൽ വീണ്ടും വിഷ്ണുട്ടനെ അങ്ങോട്ട് അടുപ്പിച്ചത് ഞാനാ. സത്യമ്മ ഞങ്ങളെ സ്നേഹം കൊണ്ട് മൂടിയെന്നുള്ളത് സത്യ. പക്ഷേ വിഷ്ണുവിന് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്?
ഒരിക്കലും ഇല്ലമ്മേ. വിഷ്ണുവേട്ടൻ എന്നോടുള്ള സ്നേഹം കുറയില്ല, കൂടുകയുള്ളൂ. അതൊരു പക്ഷേ ഞാൻ ഇനി ഇല്ലാതായപ്പോലും എടി, അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. എന്തടി മോളെ? അമ്മ പറഞ്ഞതുപോലെ സത്യമ്മ സത്യങ്ങളെല്ലാം തിരിച്ചറിയും. എന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ആ ശാലിനി മോളെ, പിന്നെ നിനക്ക് എന്തിനാടി വിഷമം? അമ്മ, എന്നെ പറ്റി ഓർത്തല്ല എനിക്ക് വിഷമം. അവളെ ശ്യാമയെ കുറിച്ച് ഓർത്ത. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ശ്യാമയെ എങ്ങനാവും സത്യമ്മ കാണുന്നതെന്ന് ഓർത്ത്. എന്റെ അനിയത്തി എന്ന ലേബലാണല്ലോ അവൾക്ക്. അങ്ങനെയാണെങ്കിൽ അവളെ അവിടെ നിൽക്കാൻ സമ്മതിക്കോ സത്യമ്മ? അതിനു മുമ്പ് ഞാൻ ചെയ്ത തെറ്റിന് എന്റെ അനിയത്തിയോടും കൂടിയല്ലേ സത്യമ്മ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത്.